ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയും കർഷകയുമായ ശ്രീമതി സിന്ധു KS-ന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ പൊതുപ്രവർത്തകയും വാർഡ് മെമ്പറുമായ ശ്രീമതി സിന്ധു KS ആണ് ഇന്ന് കിസാൻ വാണിയുടെ ഒപ്പം ഉള്ളത്. സിന്ധു KS-ന്റെ കാർഷിക അനുഭവങ്ങളും കൃഷിരീതിയുമൊക്കെ കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കും. നമസ്കാരം. നമസ്കാരം. കാർഷിക രംഗത്തേക്ക് വന്നിട്ട് എത്ര നാളായിട്ടുണ്ട്? ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷി രംഗത്ത് വന്ന ഒരാളാണ്. കിട്ടുന്ന സമയത്ത്, കാരണം മൊത്തം സമയം കൃഷിയിലേക്കല്ല എങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈമിൽ മാക്സിമം പറമ്പിലിറങ്ങി പണി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ എല്ലാ കാര്യത്തിലും കപ്പയും ചേമ്പും ചേനയും, കാരണം ഒരു ചില കപ്പയൊക്കെ കൂടുതലായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കൃഷിയിലേക്ക് നല്ല താല്പര്യമുള്ള ആളാണ് ഞാനും എൻ്റെ ഭർത്താവും. എന്തൊക്കെ കൃഷിയിലാണ് ചെയ്യുന്നതെന്ന് വിശദമാക്കാം. ഞങ്ങൾ ചെയ്യുന്നത് പറമ്പിൽ തെങ്ങുണ്ട്, കൊടിയുണ്ട്, ജാതിയുണ്ട്, കൊക്കോയുണ്ട്, എല്ലാ കൂട്ടവും കപ്പയുണ്ട്, കാച്ചിൽ, ചേമ്പ്, ചേന, പച്ചക്കറികൾ എല്ലാ കൂട്ടവും ഉണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യവിളകളും അല്ലാണ്ടുള്ള നാണ്യവിളകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൃഷിയാണ്. അതെ 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 നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള എല്ലാ സാധനവും തന്നെ നമ്മൾ ഏലക്കയുണ്ട്, കുറച്ച് ഏലക്ക, ഒത്തിരിയും ബൾക്കായിട്ടില്ല, കുറച്ച് ഏലക്കയുണ്ട്, എല്ലാം തന്നെ തേങ്ങയുണ്ട്. എന്തൊരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? ഒരു 3 ഏക്കർ സ്ഥലത്തോളം. ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഈ കപ്പ പോലുള്ള കൃഷികൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം വളരെ അധികമുണ്ട്. നമുക്കിവിടെ ഈ കപ്പയൊക്കെ ആണെങ്കിലും കപ്പയും ചേമ്പും ചേനയൊക്കെ നടുന്നത് നമുക്കൊരു സഹിക്കാവുന്നതിലപ്പുറം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കാണാൻ പറ്റുന്നില്ല. അതാണിപ്പോൾ ഒരു വിഷമം. വേലിയൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേലിയൊക്കെ നിർമ്മിച്ച് ഞങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം വേലി നിർമ്മിച്ചും നെറ്റ് കെട്ടിയും അങ്ങനെ കുറേ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും വേലിയൊക്കെ തകർത്ത് കയറുകയാണ് ഇപ്പോൾ. ഇതൊന്നും ശാശ്വതമായിട്ടൊരു പരിഹാരത്തിലേക്ക് ഇതുവരെ എത്താനായിട്ട് പറ്റിയിട്ടില്ല. ശാശ്വതമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സോളാർ വേലിയൊക്കെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പറഞ്ഞ് സോളാർ വേലി നിർമ്മിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചു. പക്ഷെ നമ്മൾ ഒരു ഫണ്ട് കുറഞ്ഞ പഞ്ചായത്ത് ആയതുകൊണ്ട് നമുക്കൊരു കോസ്റ്റ്ലിയാണ് അതിന്റെ ചെലവ്. അത് കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു എല്ലാവരും നല്ലൊരു പരിഹാരത്തിലേക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. പൂർണ്ണമായും ജൈവമായിട്ടുള്ള കൃഷി രീതിയാണ് ചെയ്യുന്നത്. ജൈവമായിട്ടെന്ന് പറഞ്ഞാൽ രാസവളം ഏലം ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് രാസവളം വളരെ കുറവാണ്. ജൈവമായിട്ട് തന്നെയാണ് ഞങ്ങൾ. ജൈവവളങ്ങൾ ഇപ്പോൾ ഏതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുക? ഞങ്ങൾ കൂടുതലായിട്ടും വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കും, ജീവൻ പ്ലസ്, സെറാമിൽ, എല്ലുപൊടി, അങ്ങനെയൊക്കെയുള്ള സംഭവം കൂടുതലായിട്ട് ഉപയോഗിക്കും. പിന്നെ ചാണകം ഉപയോഗിക്കും. കന്നുകാലി കൃഷി കൃഷിയായിട്ടൊന്നുമില്ല. അത്യാവശ്യം സ്പൈസസ് ബോർഡ് അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കിട്ടാറുണ്ടോ? കൃഷിഭവനിൽ നിന്നൊക്കെ നിർദ്ദേശം കിട്ടാറുണ്ട്. ഞാൻ ഇപ്പം മെമ്പറായിട്ടും കൂടെ കയറിയിരുന്നപ്പോൾ നമുക്ക് വളരെ നല്ലൊരു കൃഷിഭവനാണ്. എല്ലാ കൂട്ടവും അറിയുകയും വളരെ നന്നായിട്ട് സഹകരിച്ചു പോകുന്നൊരു കൃഷിഭവനാണ്. അവിടുന്ന് നമുക്ക് ആനുകൂല്യങ്ങൾ, തെങ്ങിൻ തൈ, വേപ്പിൻ പിണ്ണാക്കൊക്കെ കിട്ടാറുണ്ട്, ജാതി തൈ കിട്ടി, പിന്നെ പച്ചക്കറി തൈകളാണേലും എല്ലാ കൂട്ടവും വളരെ നല്ല രീതിയിൽ പോകുന്നൊരു കൃഷിഭവനാണ് മരിയാപുരം. ശാസ്ത്രീയമായിട്ട് എങ്ങനെ കൃഷി ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. കൃഷി ഓഫീസർ നമുക്ക് ഇപ്പോൾ ജാതിയാണെന്ന് പറഞ്ഞാലും കുരുമുളകാണെന്ന് പറഞ്ഞാലും അതിന് എന്തൊക്കെ ചെയ്യണം, ജാതിയുടെ കമ്പ് ഉണങ്ങുന്നതിന് ഇനിയൊക്കെ നമുക്ക് വിദഗ്ധ ആളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചൊക്കെ തരാറുണ്ട്. അവരടുത്ത് ഒരു കുറേ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെയാണ് അവർ വിദഗ്ധ ഉപദേശമൊക്കെ തരാറുണ്ട്. മരിയാപുരം പ്രദേശത്ത് ജാതി കൃഷി കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ കുരുമുളകൊക്കെ ഒരുപാട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ ജാതി കൃഷിയിലേക്ക് ഒരുപാട് മാറി വരുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണം? അത് ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ വന്നൊരു മാറ്റമാണ്. നേരത്തെ കുരുമുളക് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കൊടി ഒരുപാട് നശിച്ചു പോകുന്നു. അതായത് ഈ പഴുപ്പ് ഒരു ചീക്കൽ കയറിയിട്ട് ഉണങ്ങിപ്പോകുന്നൊരു ഇതിലേക്ക് വരുന്നു. ഇപ്പോൾ ജാതി ആണെങ്കിൽ ഇപ്പോൾ ഒന്നാമത് കർഷകർ കൃഷിയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി അതിനുള്ള ഒരു കർഷകർക്കൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഇപ്പോഴത്തെ ഒരു രീതിയിൽ പോകുന്നത്. അതുകൊണ്ട് ഈ ജാതി കൃഷിയാണെങ്കിൽ നമ്മൾ
എപ്പോഴും പുറകെ നിൽക്കണ്ട. അത് കാരണം ജാതി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നമ്മളിപ്പോൾ കൃഷിഭവനിൽ നിന്നും കൂടുതൽ ജാതി ഇറക്കി കൊടുത്തു ചെയ്യുന്നു. മറ്റ് കൃഷികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനധികം ചെലവ് കുറവാണ്, പണിയുടെ അധികം ആവശ്യം വരുന്നില്ല. അങ്ങനെ എന്നാൽ എല്ലാ സമയത്തും നമുക്ക് വിളവ് കിട്ടുന്നതുകൊണ്ട്. ജാതി എത്ര വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ജാതി ഇപ്പം ഇവിടെ കെട്ടി വന്നിട്ട് തന്നെ ഒരു 20 വർഷമായിട്ട് ജാതി ഇവിടെ ഉണ്ട്. ഒരു ജാതിയിൽ നമുക്ക് നട്ടു കഴിഞ്ഞാൽ എത്ര വർഷത്തിന് ശേഷം നമുക്ക് ഒരു ആദായം എടുക്കാനായിട്ട് പറ്റും? ജാതി ഇപ്പം ബഡ് ജാതി ആണെങ്കിൽ നമുക്ക് 3-ാം വർഷം തൊട്ട് നമുക്ക് അതെ ഞങ്ങൾ പറമ്പിൽ ബഡ് ജാതിയാണ് കൂടുതലും. നാടൻ തൈ ആണെങ്കിൽ ഒരു 5 വർഷം 6 വർഷമൊക്കെ വേണം. പക്ഷെ കായ്ച്ച നല്ല ഫലമാണ് നാടൻ തൈയിൽ. ബഡിങ് നമ്മൾ സ്വയം ചെയ്യുവാണോ? ബഡ് ജാതി ഞങ്ങൾ വാങ്ങിക്കുവാണ്. പക്ഷെ ഞങ്ങൾ കുറച്ചൊരു 10-15 ജാതി ഞങ്ങൾ ഈയിടെ സ്വയം ബഡ് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ബഡ് ചെയ്ത് രക്ഷപ്പെട്ടാൽ നല്ല കായാണ്. നമ്മൾക്ക് ഈ ബഡ് ജാതി വാങ്ങുമ്പോൾ ഒരു തൈക്ക് എന്ത് വില വെച്ച് വരും? ഞങ്ങൾ വാങ്ങിച്ചത് 450 രൂപയ്ക്കാണ് ഒരു ബഡ് ജാതി വാങ്ങിച്ചത്. ജാതിക്കായുടെ ഒരു വിപണി സാധ്യത എങ്ങനെയാണ് നമുക്ക് ഈ തങ്കമണിയില മരിയാപുരത്ത്? നമുക്ക് മരിയാപുരത്തില്ല, ഞങ്ങൾ കൊടുക്കുന്നത് തടിയമ്പാട് കൊണ്ട് കൊടുക്കും. ഇടുക്കിയിലുണ്ട്, തങ്കമണിയിൽ, പാണ്ടിപ്പാറയുണ്ട്. ലാഭകരമാണ് ജാതി കൃഷി? ലാഭകരമാണ്. എത്ര ജാതി മരങ്ങൾ ഇപ്പോൾ? ഞങ്ങൾക്ക് ഒരു 35-40 ജാതിയുണ്ട്. ജാതി തൈ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഈയിടെ 20 തൈയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങ് കൃഷിയുണ്ട്? തെങ്ങുണ്ട്. തെങ്ങ് എത്ര എണ്ണം? തെങ്ങ് ഞങ്ങൾക്കൊരു 10-35 തെങ്ങുണ്ടായിരുന്നു. ഈ മറ്റേ 2018 ഒരു പ്രളയം ഉണ്ടായി, ഒത്തിരി ഉരുളൊക്കെ പൊട്ടി വന്നിട്ട് നശിച്ചു പോയി. ഇപ്പൊ ഒരു 10-20 എണ്ണേ ഉള്ളൂ. അതും തൈ, അതുകൂടാതെ തൈ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടാവശ്യത്തിനുണ്ട് തേങ്ങ കിട്ടും, കുറച്ച് കൊടുക്കാനുണ്ട്. എണ്ണയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് അതെ എണ്ണ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഏലം കുറച്ച് മാത്രമാണ്? ഏലം വളരെ കുറച്ച്. ഏലം കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിന് നമ്മൾ എപ്പോഴും നിൽക്കണം, കൂടെ പണിയും ചെയ്ത് നമുക്ക് നിൽക്കണം. അന്നേരം നമുക്ക് അതിന് എല്ലാം കൂടെ നമ്മൾ അതിൽ തന്നെ നോക്കിയിരുന്നാൽ ശരിയാവത്തില്ല. ഒരിടത്തുനിന്ന് കിട്ടും. അങ്ങനെ കപ്പ കൃഷിയിൽ നിന്ന് നമുക്ക് ഒരുപാട്, അതായത് നമുക്ക് ആവശ്യമുള്ള മാത്രം കപ്പയാണോ അതോ? ഞങ്ങൾ കപ്പ ഒത്തിരി നമ്മൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. കാരണം പിന്നെ ഈ പന്നി തരികയില്ലാത്തത് അത് തന്നെയാണ് ഒരു വിഷയം. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളതും കൂടെ ഉണ്ടാക്കും. എന്നാലും നമുക്ക് മിച്ചം ഞങ്ങളുടെ ബന്ധുക്കൾക്കും കൂടെ കുറച്ചൊക്കെ കൊടുക്കും. അങ്ങനെ പുറത്തോട്ട് സെയിലായിട്ട് കൊടുക്കാനുള്ളത് ഇല്ല. സന്തോഷത്തിന്. അതെ വിളവെടുക്കുമ്പോൾ എത്ര കിലോ വരെ ഒരു മൂട്ടിൽ നിന്ന് സാധാരണ കിട്ടാറ്? ഞങ്ങൾക്ക് ഈ കണ്ടമാണ്. കണ്ടത്തിൽ ഞങ്ങൾക്കൊരു 10-15 കിലോയൊക്കെ വരെ കിട്ടാറുണ്ട് ഒരു മൂടയിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ വാട്ടി ഉണക്കി സൂക്ഷിക്കാറുണ്ട്? ഉണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കാൻ ഉപയോഗിക്കുന്നത്. വാട്ടി ഉണങ്ങിയാണ്. കൃഷിയിടത്തിൽ പണികൾ ചെയ്യാൻ വേണ്ടി നമുക്ക് മറ്റു തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരാറുണ്ടോ? ചേട്ടനുണ്ട്, ഞാനുണ്ട്. പിന്നെ കുറച്ച് പണികൾക്ക് ഞങ്ങൾ ഉപയോഗിക്കണം. ഞങ്ങൾ തന്നെ എത്തുകയില്ല, മരുന്നടിക്കാനും അങ്ങനെയൊക്കെ കൊടി നിൽക്കുന്ന മുരിക്ക് വെട്ടാനും ഒക്കെ അതിനൊക്കെ നമ്മൾ പണി ആവശ്യം. അല്ലാതെ ബാക്കി ഞങ്ങൾ ഈ നാട്ടിലുള്ള തൊഴിലാളികളെ കിട്ടാറുണ്ടോ? ഈ നാട്ടിലുള്ള കിട്ടാറുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ തൊഴിലുറപ്പും കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പണിക്കാരെ കിട്ടാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നമാണ്. ഭായിമാരുടെ ആശ്രയിച്ചിട്ടാണ്. അതെ. പിന്നെ കൊക്കോ കൃഷിയാണ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട്. കൊക്കോ കൃഷി ആഴ്ചയിൽ നമുക്കൊരു 10-20 കിലോ 25 കിലോ കൊക്കോയോളം കിട്ടും. കൂടുതലായിട്ടുണ്ടായിരുന്നു. ഒത്തിരി എരമ്പായിട്ട്, കാരണം മറ്റ് കൃഷികൾ വരുമ്പോൾ ആ കൃഷികൾക്കും കൂടി ഈ എരമ്പെല്ലാം കൂടെ ഒത്തിരി അങ്ങ് പറ്റത്തില്ലാതെ വരുമ്പോൾ കുറേയൊക്കെ ഞങ്ങൾ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. എന്നാലും ആഴ്ച നമുക്കൊരു വരുമാനം കിട്ടുന്ന കൊക്കോയ ഇപ്പൊ കൊക്കോയ്ക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്. ഇല്ല, കൊക്കോയ്ക്ക് ഇപ്പം ഒരുമാതിരി നല്ല വിലയുണ്ട്. ഇപ്പം വിലയുള്ള സമയമാണ്. പച്ചയ്ക്ക് കൊടുക്കണോ ഉണക്കിയാണോ കൊടുക്കുന്നത്? പച്ചയ്ക്ക് കൊടുക്കും. ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ചേട്ടൻ ഇത് എടുക്കുന്നുണ്ട്. അപ്പം പുള്ളിക്ക് ഞങ്ങൾ പച്ചയ്ക്ക് കൊടുക്കുക ചെയ്യുന്നു. ഉണക്കി വിറ്റ് കഴിഞ്ഞാൽ ലാഭമുണ്ട്. അതിനുള്ള നമുക്ക് സമയം എത്തുന്നില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാത്ത. കൊക്കോ പനിച്ചു പോവാന്ന് പറഞ്ഞിട്ടൊരു കൊക്കോ ഉണ്ട്. പനിപ്പുണ്ട്. തുരിശും മരുന്നൊക്കെ നമ്മൾ മാറ്റം പറ്റുന്നുണ്ട്. മഴക്കാലത്തല്ലേ ഇത് കൂടുതൽ? അതെ. മഴയ്ക്ക് മുമ്പായിട്ട് പനിപ്പ് കൂടുതലായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി അങ്ങാടെ മഴ തുടങ്ങുന്നതിന് മുന്നേ അത് എരമ്പൊക്കെ ഇറക്കി തുരിശൊക്കെ അടിച്ചു നിൽക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി എന്നാലും ഉണ്ട്, എന്നാലും ഒരുപാട് കുറവുണ്ട്. ഒത്തിരി നഷ്ടം വരുന്നില്ല ഇല്ലാത്ത രീതിയിൽ. അണ്ണാന്റെ ശല്യം അണ്ണാന്റെ ശല്യം നല്ലതായിട്ടുണ്ട്.
മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ടോ? മണ്ണ് പരിശോധന നടത്താറുണ്ട്. ഈ ഒരു 2 തവണയും നമ്മളെ കൃഷിഭവനിൽ കൊടുത്ത് മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ട്. നമ്മുടെ കൃഷിഭവനിൽ അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവര് ഇവിടെ നിന്ന് എടുത്ത് അങ്ങ് കൊടുത്തു വിട്ട് ചെയ്യുന്നത്. മണ്ണ് പരിശോധന നടത്തിയിട്ട് നമ്മൾ വളം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം കിട്ടുന്നുണ്ട്. അത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമുക്ക് ഈ മണ്ണ് പരിശോധനയുടെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ കൃഷി ഓഫീസർ അത് ഇന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ അങ്ങനെ ചെയ്തു. ജൈവ കൃഷി രീതി പിന്തുടരുമ്പോൾ നമുക്ക്, അതായത് രാസവളം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് വിളവ് കൂടുതൽ കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടോ? രാസവളം ആദ്യ കാലങ്ങളിൽ നമ്മൾ രാസവളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിപ്പം ഈ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് അതിലും കൂടുതലൊരു വിളവ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പം കൂടുതലായിട്ടും അതിലേക്കാണ്, ജൈവ കൃഷിയിലേക്കാണ്. മണ്ണിന്റെ ഘടനയും മാറ്റം വരാണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. പച്ചക്കറി കൃഷി ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യുന്നത്? പച്ചക്കറി കൃഷി നമുക്ക് ഇനി തക്കാളിയുണ്ട്, വഴുതനങ്ങയുണ്ട്, കോവലുണ്ട്, നിത്യവഴുതനങ്ങ എന്ന് പറഞ്ഞാൽ എന്നും കറി വെക്കാൻ കായുണ്ട്. തക്കാളിയിലൊക്കെ നല്ല കായുണ്ട്. വഴുതനങ്ങയുണ്ട്. അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ള പച്ചക്കറി. അതെ. ഹൈബ്രിഡ് തൈ നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടിയ അത്യുൽപാദന ശേഷിയുള്ള ഇനത്തിൽപ്പെട്ടതാണ്. നല്ല വിളവുണ്ടാകും. അത് നമുക്ക് പുറത്ത് കൊടുക്കാനുള്ള കിട്ടുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ചെയ്യുന്നു. നമ്മൾ ആവശ്യത്തിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. പച്ചക്കറി പുറത്ത് പറ്റുന്നുണ്ട്. കുരുമുളക് ഏതിനമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്? കുരുമുളക് നമുക്ക് പറമ്പിൽ നിൽക്കുന്നത് മറ്റേ പന്നിയൂറും കരിമണ്ടയാണ്. നീലമണ്ടി കുറച്ചുണ്ട്. ഈ 3 ഐറ്റം മാത്രമേ നമുക്ക് ഉള്ളൂ. ചീമമുരിക്കും ഉണ്ട്, മുള്ളുമുരിക്കും ഉണ്ട്. 2 മുരിക്കും. പിന്നെ കുറച്ച് മാത്രം നമ്മൾ മുരിക്ക് ഒത്തിരി ഒരുപാട് അങ്ങ് പോകുന്നു. അപ്പോൾ കാല് പോയിട്ട് കൊടി വിടന്നു പോകുന്നൊരു സാഹചര്യം വരുന്നതുകൊണ്ട് ഞങ്ങൾ ഈ മുരിക്കിന്റെ ചോട്ടിൽ തന്നെ ചക്കക്കുരു ഇട്ട് മുളപ്പിച്ച് പ്ലാവും കൂടെ കയറ്റി കൂട്ട് പ്ലാവയിൽ നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഉപയോഗിച്ച് കുറേ പ്ലാവയിൽ കയറിയിട്ടുണ്ട്. പ്ലാവയിലാണെങ്കിൽ മുരിക്കെ കയറുന്ന പോലെയല്ല, ഇച്ചിരി കൂടെ നന്നായിട്ടൊക്കെ ഏറ്റവും കൊടി. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കുരുമുളകിനുള്ള ഒരു വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യാറുള്ളത്? കുരുമുളകിന് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ഇടയ്ക്ക് മരുന്നടിക്കും. തൈ കയറി വരുന്നതിന് ജീവൻ പ്ലസ് കൊണ്ടുവരുന്നത് ഇട്ട് കൊടുക്കും. നമുക്ക് ഈ കൃഷിഭവനിൽ നിന്നൊക്കെ വേപ്പൻ പിണ്ണാക്കൊക്കെ ഈയിടെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഞങ്ങളൊന്ന് പുളിപ്പിച്ചൊഴിക്കാറുണ്ട് ഈ തൈക്കൊക്കെ. കുരുമുളകിന്റെ ഒരു വില ഇപ്പൊ നമുക്ക് മെച്ചമാണോ? തീരെ താന്ന് നിൽക്കുമായിരുന്നു. എന്നാൽ ഒത്തിരി ഒരു നല്ലൊരു വിലയിലേക്ക് വന്നിട്ടില്ല. ഒരു നഷ്ടമില്ലാതെ ഉണ്ട്. ഈ ദ്രുതവാട്ടം പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ദ്രുതവാട്ടം പോലെ ഉണ്ട്. നമ്മൾ പിന്നെ ഈയിടെയൊക്കെ ഒരു കുറേ ചെടികൾക്ക് അങ്ങനെ വന്നു. അപ്പം ഞാൻ കൃഷിഭവനിൽ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ മരുന്നടിച്ചാൽ ഈ മരുന്ന് ഉപയോഗിച്ചാലെന്നൊക്കെ കൃഷി ഓഫീസർ പറഞ്ഞപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. നമുക്ക് ഒത്തിരി അങ്ങോട്ട് ചെയ്യാനുള്ളൊരു സമയക്കുറവും കൂടെ പഴുക്കുന്ന സമയമാണ്. ഇനിയിപ്പം ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേനും പറിക്കേണ്ട ഒരു സമയമാവുക. അപ്പൊ അതിന് നമുക്ക് പുറത്തും തൊഴിലാളികളെ വിളിക്കേണ്ടതായിട്ട് ഇല്ല, ഞങ്ങൾ പറിക്കും. ചേട്ടനും ഞങ്ങൾ പറിക്കും. പിന്നെ അത് മെതിച്ചുണങ്ങുന്നത് ഞങ്ങൾ ഇത്രയും നാളും ഞങ്ങൾക്ക് ഒരു വലിയ കഷ്ടപ്പാടായിരുന്നു. മെതിച്ചിട്ട് കൊണ്ടിടണമെങ്കിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നിടത്ത് ഞങ്ങൾക്ക് പടിഞ്ഞാറൻ വെയിൽ ഒത്തിരി ഷെയ്ഡായിരുന്നു, നമുക്ക് ഉണങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങൾ ചുമന്ന അക്കരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അനിയൻ്റെ വീടിൻ്റെ മണ്ടയിലായിരുന്നു. ഇപ്പം നമ്മൾ ഇച്ചിരി കൂടെ ഹൈറ്റിൽ നമ്മൾ വാർത്തു ഷീറ്റായിരുന്നു നേരത്തെ ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ അതുകൊണ്ട് സൗകര്യം കൂടിയിട്ടുണ്ട്. അല്ല ഞങ്ങൾ തന്നെ മെതിക്കും. അല്ലാതെ നമുക്ക് അത്രയും കൂടുതലായിട്ടൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയൊക്കെ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ചെറുപ്പം മുതൽ കാർഷിക മേഖലയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം സന്തോഷകരമായിട്ടുള്ളൊരു
ജീവിതം നമുക്ക് ഈ കാർഷിക മേഖല കൊണ്ട് നമുക്ക് കിട്ടും? നമുക്ക് കുഴപ്പമില്ല, എന്നാലും നമ്മൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് നമ്മൾ എത്തുന്നില്ല, നമ്മൾ പറ്റുന്നില്ല. കാരണം കൃഷിയുടെ ഈ വില അങ്ങ് കയറി ഇറങ്ങി നിൽക്കുന്നു. അങ്ങനെ നമുക്ക് അതിൽ തന്നെ പിള്ളേർ പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും മൊത്തത്തിൽ നമുക്ക് അതേ കൊണ്ട് തന്നെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റും. ചേട്ടന് തൈലുണ്ട്, അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ട് ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്, ഉച്ചവരെ പോകും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓടിക്കുന്നത്. കൃഷിയിൽ നിന്ന് നമ്മൾ മുഴുവൻ സമയം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഒരു ഇതുണ്ട്. കാരണം എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു, എൻ്റെ മാമനാണ് എന്നെ കെട്ടിച്ചിട്ട്. മാമന് കൃഷിയിൽ തന്നെ ഏലമുണ്ട്, അതിൽ നിന്ന് തന്നെ മാമന് ഒരുപാട് കടമൊക്കെ ഉണ്ടായിരുന്നൊക്കെ വേണ്ടി വരുന്ന കൃഷിയിൽ നിന്ന്. കടയിൽ പോയി അത്രയും ആവത്തില്ല അത് സംഭവം, കൃഷിയിൽ നിന്നാണ്. അത് കാരണം എനിക്കും കൃഷിയോട് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ വീട്ടമ്മമാർക്കൊരു പച്ചക്കറി തോട്ടം തുടങ്ങണമെങ്കിൽ അത് എങ്ങനെ തുടങ്ങാൻ പറ്റും? അതിൻ്റെ ഒരു പരിപാലന രീതിയും തുടക്കം എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. കൃഷിഭവനിൽ നിന്ന് തന്നെ കിട്ടുന്നത് ഇവിടെ നമ്മൾ വേറെ ഒരു കാശ് കൊടുത്തും നമ്മൾ വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. ഒട്ടുമിക്ക സമയത്തും നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടാറുണ്ട്. ഞാനത് അറിയിപ്പും കൊടുക്കാറുണ്ട്. അത് നമ്മളൊരു നട്ട് കഴിഞ്ഞിട്ട് നമ്മളതിന് എന്ത് സാധനവും ഞങ്ങളങ്ങനെയാണ് ചെയ്യുന്നത്, പുളിപ്പിച്ചൊഴിക്കും. നമ്മൾ നേരിട്ട് വളം കൊടുക്കാതെ ചാണകവും പശു മൂത്രവും വേപ്പും പിണ്ണാക്കും എല്ലാം കൂടെ പുളിപ്പിച്ച് ഇച്ചിരി ചോട്ടിൽ നിന്ന് ഇച്ചിരി അകത്തി ഒഴിച്ച് ഒരു 10 ദിവസം 15 ദിവസം കൂടുമ്പോൾ അത് ഒഴിച്ചു കൊടുത്താൽ നല്ല കായ്ഫലമാണ് സംഭവം. ഒത്തിരി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചാണകവും വേപ്പും പിണ്ണാക്കില്ലെങ്കിൽ ചാണകവും ഇതെല്ലാം കൂടെ കൂടി ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ മൂത്രം നല്ലൊരു ഇതാണ്, വളമാണ്. അപ്പോൾ അത് എടുത്ത് ഇച്ചിരി ഒന്ന് ലൈറ്റായിട്ട്, ഒത്തിരി കട്ടിക്ക് കൊണ്ടൊഴിക്കാതെ ഇച്ചിരി ലൈറ്റായിട്ട് ഇച്ചിരി അകത്തി ഒഴിച്ചാൽ നന്നായിട്ട് കായ്ഫലം ഉണ്ടാകുന്നതാണ്. എല്ലാ വീട്ടമ്മമാർക്കും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അവരൊരു ശകലം ഒരു മനസ്സ് വെച്ചാൽ, കാരണം എന്തോരം ഒരു സ്ഥലമില്ലാത്ത ആൾക്കാരാണേലും സമയമില്ലാത്തവരാണേലും നമുക്കൊരു ഗ്രോ ബാഗിൻ്റെ അകത്തോ അല്ലെ ചട്ടിയിലോ അല്ലെ നമ്മൾ പൊട്ടിയ ബക്കറ്റൊക്കെ ആണേലും നമ്മളത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. സ്ഥലമില്ലാത്തവർക്ക് പോലും അവർക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ഒരു അടുക്കളത്തോട്ടത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇനങ്ങളുടെ പേരൊന്ന് എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് ചീര ചെയ്യാം. ഈ തക്കാളിയൊക്കെ പെട്ടെന്ന് കായ്ക്കും. നമ്മൾ പയറ് നടാം. പാവല് നമുക്കൊന്ന് പിടിച്ചു കിട്ടിയാൽ പാവല് പോകത്തേ ഇല്ല. വഴുതനങ്ങയും ചീരയും തക്കാളിയും പയറും 4 ഐറ്റം നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ചീരയൊക്കെ പെട്ടെന്ന് നല്ല വിളവും ഉണ്ടാകുന്നതാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? നിന്റെ വീട്ടിലെ ഇപ്പം അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, മക്കൾ 2 പേരുണ്ട്. മക്കൾ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? മക്കളെ കുഞ്ഞുങ്ങളാണ്, 5ൽ പഠിക്കുന്നു, ഇരട്ടകളാണ്. മക്കള് കൃഷിയുടെ കൂട്ടത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളതിന് പറയും ഈ കൃഷി ഇതിലേക്ക് പറമ്പിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് പഠിത്തത്തിലോട്ടോ പിൻവലിയുന്നൊരു ഡൗട്ട്. കൃഷി ഭയങ്കര ഇഷ്ടമാണ്. കൊക്ക കയറി പറിക്കാനും, മുളക് ഏണി വെച്ച് മുളക് കയറി കുഞ്ഞു ബക്കറ്റുമായിട്ട് മുളക് കയറി പറിക്കും. ഭയങ്കര ഇഷ്ടമാണ് പറമ്പിലോട്ട് ഇറങ്ങി. ജാതിയുടെ മണ്ട കയറി ജാതിക്ക പറിച്ചിടും. ജാതിക്ക പെറുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരുടെ കൂടിയുള്ളൊരു കൃഷി. അതെ, എല്ലാവരും ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് തന്നെയാണ് വന്ന കൃഷി. ജൈവ കൃഷിയെല്ലാം ചെയ്ത് വളരെ സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോയത്. ഇത്ര നേരം നമ്മളുമായിട്ട് കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചത് മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറും നല്ലൊരു കർഷക കൂടിയായ സിന്ധു KS ആണ്. സിന്ധു KSന് കിസാൻ വാണിയുടെ നന്ദി അറിയിക്കുന്നു. മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയും കർഷകയുമായ ശ്രീമതി സിന്ധു KSുമായി ഇതുവരെ സംസാരിച്ചത് P. അർജുൻദാസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.